ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ 1.5 വർഷമായിട്ടുള്ളൊരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല. 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ June 16th, 2023. അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത്. ഇനി ഇവളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയില്ല. ഇപ്പം ഇതുപോലെ അതുപോലെ ഇല്ല, നോക്കാം. അങ്ങനത്തെ മോതിരം ചടങ്ങൊന്നും അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു. 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. പനപ്പെട്ടി വന്ന് എടുത്തിട്ട് പോകും. ഇത് ഇവള് പറഞ്ഞതാണ്. ഇതിൽ 1% പോലും സത്യമില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് week 1 ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത്. അത് ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളും കാണും. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞത്? ചൊറി കുത്തി കിടക്കുന്നത് അമ്മ അത്ത നമുക്കറിയാലോ എന്നെ. പറഞ്ഞ കുഴപ്പമില്ല. അഫ്സലിക്ക് വിഷമൊന്നുമില്ല. അഫ്സലക്ക എന്നെ അറിയാലോ. അത്രയാണ് എന്റെ പേര്. ഇപ്പൊ പുള്ളി പറയണ്ടോ, നീ പണ്ട് ഇവിടെ ഇപ്പൊ വിഷമിക്കുന്നു വേണ്ട. ഞാൻ സീരിയസ് ആയിട്ട് വന്ന എനിക്ക് അഫ്സലിക്കാനൊക്കെ പറയാം, പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഭാവി നോക്കണ്ടേ. ഏതോ ഒരു അഫ്സലുണ്ട് ഗൈസ്. അഫ്സലെ എന്റെ അഫ്സലിക്കൊക്കെ നോക്കിക്കാണ്. ഞാൻ നോക്കിക്കാൻ ആൾക്കാരൊന്നുമില്ല. പോയില്ല, പേടിക്കണ്ട. എന്റെ ബുദ്ധിമുട്ട് ഞാൻ ഓസ്ട്രേലിയയിലെ പേര് പറയാറുണ്ട്. ഇതാണ് ഇവൾ. ഞാൻ അസ്ലാം മാർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. 16-ാം തീയതി, June 16-ാം തീയതി 2023. പിന്നെ 2 ദിവസം അവിടെ ഉണ്ട്. അവളുടെ റെഗുലിയനായിട്ട് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം മാർലിയുടെ. 18-ാം തീയതി കല്യാണം. ഇനിയിപ്പോൾ 18-ാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല. ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ബ്ലോഗ്സിലും, ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി, അസ്ലയുടെ ബ്ലോഗിലായാലും ശരി, ഗംഗയുടെ ബ്ലോഗിലായാലും ശരി, ഹെയ്ദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട്. ഇതെല്ലാവരും കണ്ട ആൾക്കാർ. അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട്. പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു. ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ്. June 18 സംഭവമാണ്. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ? അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നു അത് വരണം. അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ലായിരിക്കും, ഹെയ്ദിക്ക് അറിയാം. പിന്നെ ആ കല്യാണത്തിന് വന്നേ ഗംഗ, ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ അത് മറച്ചു വെച്ചുമായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം. ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം
എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹെയ്തി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ അത്രയും. ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ്, പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറെൻ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്, അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും ഹെയ്ദിയൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കെ കല്യാണം കഴിച്ചത്. ഞാനും ആ സമയത്ത് ചിരിച്ച് കളഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്നത്, ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് ആരുടെ വേണം ആ കല്യാണത്തിനുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരുടെ വേണം ചോദിക്കാം, എന്നും ഇവർ അടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ ചെറിയ കാര്യത്തിന് അടി, അങ്ങനെ കുറേ അടികൾ. അപ്പം നമ്മളൊക്കെ പറയേണ്ടത് എന്തുവാ ഇത്, ഇങ്ങനെയൊക്കെ ഭയങ്കര വളരെ മോശം രീതിയിൽ കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെയ്ദിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും. കാരണം എനിക്കതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന August 15th ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്ദിയൊക്കെ അവിടെ ഉണ്ട്. ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഭയങ്കര അടി, ജാസ്മിൻ ഭയങ്കര അടി, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത്, അത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്. പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. ഇപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ആസ് എ ഫ്രണ്ടാണ്. അപ്പം ഓഫ്കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ്, അങ്ങനെ കുറേ കാര്യം. അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല. അപ്പം മുന്നേ പറയാം. അപ്പം മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം. അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. കുലു കുലു വെൺപനി പോലെ